ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ യെസ് ബാങ്കിന്റെ ANQ ഫീ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. അപ്പം നമുക്ക് ആക്ച്വലി അത് അപ്രൂവ് ആയിട്ടുണ്ട്, ഓൾമോസ്റ്റ് അപ്രൂവ് ആയിട്ടുണ്ട്. എനിക്ക് ഓൾറെഡി യെസ് ബാങ്കിന്റെ കാർഡ് ഉണ്ട്. അപ്പോൾ അപ്രൂവൽ എന്തായാലും ഉറപ്പാണ്. നമ്മളിപ്പോൾ അതിന്റെ അപ്ലൈയിങ് സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വീഡിയോ KYC സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നോർമലി ഒരു കുറച്ച് മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് വരേണ്ടതാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പ് ചെയ്തിട്ടുള്ളൂ കേട്ടോ വീഡിയോ KYC. അപ്പോൾ ഈ ആക്ച്വലി ഇതൊരു ഫിസിക്കൽ കാർഡ് കിട്ടില്ല, ഇതൊരു ആക്ച്വലി ഒരു UPI ക്രെഡിറ്റ് കാർഡാണ് യെസ് ബാങ്കുകാരുടെ. ഞാൻ ഓൾറെഡി എൻ്റെ 3 യെസ് ബാങ്ക് കാർഡ് ഉണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ അൺബോക്സിംഗ് വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളതാണ്. എൻ്റെ അവരുടെ UPI കാർഡും ഉണ്ട്, അത് വേറെ കാര്യം. പക്ഷേ ഈ കാർഡിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഇതിൽ റിവാർഡ് സംഭവങ്ങളൊക്കെ കിട്ടുന്നത് ഡിജിറ്റൽ ഗോൾഡും അങ്ങനത്തെ കേടാണ്. അപ്പോൾ നമുക്കത് വേണമെങ്കിൽ ഒരു എന്താ പറയുക, ഒരു സെറ്റായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. റിവാർഡ് പോയിന്റിന് പകരം നമുക്ക് ഡിജിറ്റൽ ഗോൾഡായിട്ട് ഉപയോഗിക്കാൻ പറ്റുമ്പോൾ അതൊരു നല്ല കാർഡ്. ഞാൻ ഇതിനു മുമ്പ് ANQന്റെ തന്നെ ഇവർക്ക് എക്സ് കാർഡ് എന്നൊരു സാധനമുണ്ട്, ഒരു പ്രീപെയ്ഡ് കാർഡ്. അതിൽ നമുക്ക് നോർമൽ പ്രീപെയ്ഡ് കാർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ ക്യാഷ് ആയിട്ട് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന പരിപാടിയാണ്. പക്ഷെ അതിലായാലും നമുക്ക് റിവാർഡ് പോയിന്റ് കിട്ടുന്നത് ഡിജിറ്റൽ ഗോൾഡ് ആയിട്ടാണ്, അല്ലെങ്കിൽ ബിറ്റ് കോയിൻ ആയിട്ടാണ്. അപ്പോൾ അതിന്റെ വീഡിയോ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ 2ാമത്തെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി ആ കാർഡും ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഇതിന്റെ പോയിന്റ്സുകളൊക്കെ വേണമെങ്കിൽ ഡിജിറ്റൽ ഗോൾഡ്, ഞാൻ ആക്ച്വലി ഡിജിറ്റൽ ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സാധനം നമുക്ക് അത് വേണമെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഉപയോഗിക്കാമല്ലോ. നമുക്ക് നമ്മൾ എന്തായാലും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് UPI ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് ഇഷ്ടംപോലെ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഒരു തിരിച്ചു കിട്ടുന്ന സാധനം ഒരു ഡിജിറ്റൽ ഗോൾഡ് ആയിട്ട് കിട്ടുകയാണെന്ന് വെച്ചാൽ നമുക്കത് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ നമുക്കറിയാം ഗോൾഡിന്റെ പ്രൈസ് കൂടി അല്ലാണ്ട് കുറയാൻ എന്തായാലും പോകുന്നില്ല, കൂടാനേ പോകുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് തന്നെ ഉണ്ടാകും പോകുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ആക്ച്വലി ഞാൻ ഇപ്പോൾ ഈ കാർഡ് എടുക്കാൻ കാരണം. ചാനലിൽ കുറേ UPI കാർഡ് ഉണ്ട്. ഞാൻ മുമ്പേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അധികം UPI കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പണി കിട്ടുന്ന പറഞ്ഞിട്ട് എനിക്ക് പണി കിട്ടിയ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മെയിൻ ചാനലിൽ തന്നെ. അത് കാണത്തിൽ പോയി കണ്ടു കേട്ടോ. അപ്പോൾ ഇതിന്റെ ഒരു റിവാർഡ് സിസ്റ്റത്തിന്റെ കുറെ ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് ഞാൻ പറയാം. നമുക്ക് ഫ്ലൈറ്റ് ആൻഡ് ഹോട്ടൽസിലാണെങ്കിൽ നമുക്ക് 24 RP, അതായത് ഒരു റിവാർഡ് പോയിന്റിനെ പറയുന്നതാണ്. റിവാർഡ് ഓൺ ദ ഗോ എന്ന് പറയുന്നത് ബുക്ക് ഫ്ലൈറ്റ് ആൻഡ് ഹോട്ടൽസ് വിത്ത് യുവർ ഫീ ക്രെഡിറ്റ് കാർഡ് ഫോർ 24 RP എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഓൾമോസ്റ്റ് ഒരു 12x എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ നമുക്ക് ഫ്രീക്വന്റ് ഹോം നീഡ്സിന്, അതായത് 24 RP ആണ് നമുക്ക് എവരി 200 rupees സ്പെൻഡ് ചെയ്യുമ്പോൾ, അതായത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ ഗ്രോസറീസ് ഒക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യുമ്പോൾ തിരിച്ചു കിട്ടുന്നത്. അതുപോലെ തന്നെ ഡൈനിങ്ങിലാകുമ്പോൾ നമുക്ക് 24 റിവാർഡ് പോയിന്റ് തന്നെയാണ് തിരിച്ചു കിട്ടുന്നത്. RP എന്ന് പറയുന്നത് നമുക്ക് അത് കൺവേർട്ട് ചെയ്യാൻ പറ്റൂടാ, നമുക്ക് ഡിജിറ്റൽ ഗോൾഡ് ആയിട്ട്, അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ വേറെ പ്രത്യേകിച്ച് വേറെ എടുത്ത് പറയാനുള്ള സംഭവമൊന്നുമില്ല. ഇപ്പൊ ഞാൻ ഇവരുടെ ഒരു ആപ്പ് കാണിച്ചു തരാം. നിങ്ങൾക്ക് അറിയാം, ANQന്റെ ആപ്പിലേക്ക് കയറണമെങ്കിൽ നമുക്കൊരു സബ്സ്ക്രിപ്ഷൻ വേണം. എനിക്ക് 99 രൂപയ്ക്കാണ് ഓഫർ കിട്ടിയത്. ഞാൻ എന്തായാലും നമ്മുടെ റെഫറൽ ലിങ്ക് ഞാൻ താഴെ ഇടാം. അപ്പം നിങ്ങൾക്ക് അതുകൊണ്ട് ഈസിയായിട്ട് തന്നെ കയറുകയും ചെയ്യാം. അപ്പോൾ അതിന് ഗുണം എന്താ വെച്ചാൽ നമുക്ക് എക്സ് കാർഡ് എടുക്കുകയും ചെയ്യാം. എക്സ് കാർഡ് എടുക്കുന്നവർക്ക് ആക്ച്വലി ഇപ്പോൾ ഫീ കാർഡും ഈസിയായിട്ട് അപ്രൂവൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ നോട്ടീസ്. എനിക്ക് ആദ്യം ഞാൻ ഇതിലേക്ക് കയറിയ സമയത്ത് ആക്ച്വലി സബ്സ്ക്രിപ്ഷൻ ചാർജ് 1499 രൂപയാണ്, ഒരു 1 ടൈം ഫീ ആണ്. പക്ഷെ അത് ഓഫറായിട്ട് 99 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് 99 രൂപയ്ക്ക് കിട്ടിയത്. അപ്പോൾ അത് എടുക്കുന്നവർ എനിക്ക് ആദ്യം ആക്ച്വലി ഫീ ക്രെഡിറ്റ് കാർഡ് എലിജിബിൾ അല്ലാന്ന് കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ആക്ച്വലി എക്സ് കാർഡ് ഓർഡർ ചെയ്തു. എക്സ് കാർഡ് ഇപ്പോൾ ഷിപ്പായിട്ടുണ്ട്, അത് ഡെലിവറായിട്ടൊന്നും ഇല്ല. അപ്പം അതിന് ശേഷം ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് ഫീ കാർഡ് എന്താ പറയുക എലിജിബിൾ ആയെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇങ്ങനെ വന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് എക്സ് കാർഡ് എടുക്കുന്നവർക്ക് ആക്ച്വലി ഫീൻ്റെ ക്രെഡിറ്റ് കാർഡ് ഈസി ആയിട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അവരുടെ ANQ എന്ന് പറഞ്ഞ ആപ്പ്. അപ്പോൾ ഇതിൽ തന്നെ മുകളിൽ തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഇതാണ് എൻ്റെ എക്സ് കാർഡ്. കണ്ടു, ഈ 2 മുകളിൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്നതായിരിക്കും എക്സ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡിൽ കയറി കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഫീ ക്രെഡിറ്റ് കാർഡ്. കണ്ടോ. അപ്പോൾ ഇതെൻ്റെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. വീഡിയോ KYC കഴിഞ്ഞു, അപ്രൂവൽ എന്ന് പറഞ്ഞാൽ കാണിക്കുന്നുണ്ട്. കണ്ടോ. അപ്പോൾ ഇതൊരു UPI ക്രെഡിറ്റ് കാർഡാണ്. അതായത് നമുക്ക് ഫിസിക്കൽ കാർഡൊന്നും കിട്ടില്ല, UPI ഉപയോഗിക്കാൻ മാത്രം കിട്ടുള്ളൂ, ഡിജിറ്റൽ കാർഡ് മാത്രം ഉണ്ടാവുള്ളൂ കേട്ടോ. പക്ഷെ അതിൻ്റെ റിവാർഡ് പോയിന്റ് സിസ്റ്റമാണ് അത്യാവശ്യം നല്ലതെന്ന് പറയാനുള്ളത്. എന്താ അവിടെ ഇതിലുണ്ട് UPI നിങ്ങൾ ഉപയോഗിക്കും, പ്രിഫർ ചെയ്യൊരു UPI കണ്ടു. സ്കാൻ ആൻഡ് പേ ചെയ്യുമ്പോൾ നമുക്ക് 8 RP ആണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഓൾ UPI 1 സ്റ്റേറ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാനത് ഈ കാർഡ് അപ്രൂവ് ആയിട്ട് നമുക്ക് അതിന്റെ യൂസേജ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഇനീഷ്യൽ ഒരു ഷോർട്ട് ടേം റിവ്യൂ എന്നൊക്കെ വേണമെങ്കിൽ പോലെ ചെയ്യാം. എന്താ വെച്ചാൽ ഇതുപോലെ റിവാർഡ് സിസ്റ്റം തരുന്നത്, ഡിജിറ്റൽ ഗോൾഡ് റിവാർഡ് സിസ്റ്റം തരുന്ന വേറെ ക്രെഡിറ്റ് കാർഡുകളൊന്നും ഇല്ല. അപ്പോൾ അതൊരു നല്ലൊരു സംഭവം തന്നെയാണ്. ഇത് ആക്ച്വലി റുപ്പേ വേരിയന്റിലും വരുന്നുണ്ട്, മാസ്റ്റർ കാർഡ് വേരിയന്റിലും വരുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം പക്ഷേ ഇപ്പോൾ റുപ്പേ വേരിയന്റ് മാത്രമേ കിട്ടുന്നുള്ളൂ, അതായത് UPI കാർഡ് മാത്രമായിട്ടാണ് കിട്ടുന്നുള്ളൂ കേട്ടോ. യെസ് ബാങ്ക് ആയിട്ട് ടൈ അപ്പ് ചെയ്തിട്ടാണ് ഈ ANQ ഫിനാൻസ് പറഞ്ഞ ഒരു സ്ഥാപനം ഈ സംഭവം ഇറക്കുന്നത്. അപ്പോൾ ഇത് ഈ ആപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ എന്താ പറയുക ANQന്റെ ആപ്പാണ്. ഇപ്പോൾ അതാണ് അവരുണ്ട് അബൌട്ട് ANQ ഡിജിറ്റൽ ബാങ്കിങ് പ്ലാറ്റ്ഫോം ആണ്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ കൊടുത്തേക്കുന്നത്. കണ്ടു, ദാറ്റ് ഹാർനസ് ദ പവർ ഓഫ് ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസ് ടു ഡെലിവർ നെക്സ്റ്റ് ജനറേഷൻ ഫൈനാൻഷ്യൽ സർവീസ് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി ANQയിൽ കയറി നോക്കി നോക്കാം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനൊരു സബ്സ്ക്രിപ്ഷൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഇനീഷ്യൽ ചാർജ് വരുന്നുണ്ട് ഈ സാധനത്തിന് ആപ്പിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. നോർമലി 1499 രൂപയാണ്. പക്ഷെ മിക്ക ആൾക്കാർക്കും ഇപ്പോൾ
99 രൂപയ്ക്ക് ഇത് കിട്ടുന്നുണ്ട്. ഞാൻ 99 രൂപ എടുത്തിട്ട് കയറിയത്. അത് കഴിഞ്ഞാണ് എക്സ് കാർഡ് ഓർഡർ ചെയ്തത്. എക്സ് കാർഡിൽ ഫിസിക്കൽ കാർഡ് കിട്ടാൻ നമ്മുടെ ഈ കാർഡിലേക്ക് 300 രൂപ അല്ലെങ്കിൽ 250 രൂപയുടെ മുകളിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സ് കാർഡ് ഫിസിക്കൽ കാർഡും കിട്ടും. ഫ്രീ ഡെലിവറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എക്സ് കാർഡിന്റെ ഇത് കാണിക്കുന്നതായിരിക്കും, ട്രാക്ക് യുവർ ഡെലിവറി എന്ന് കാണിക്കുന്നത്. ഇതിനും ആക്ച്വലി പോയിന്റുകൾ സംഭവങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ 250 രൂപ ഈ കാർഡിലേക്ക് കയറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 4 മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഓപ്ഷൻ വരുന്നുണ്ട്, ക്ലെയിം യുവർ ഫിസിക്കൽ കാർഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഓർഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാർഡാണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും എക്സ് കാർഡ് ആയാലും ഇപ്പോൾ ഫീൻ്റെ ക്രെഡിറ്റ് കാർഡ് ആയാലും നമുക്ക് റിവാർഡ് സിസ്റ്റം ആയിട്ട് കിട്ടുന്നത് ഡിജിറ്റൽ ഗോൾഡ് തന്നെയാണ്. അപ്പോൾ അതൊരു നല്ലൊരു പരിപാടി തന്നെയാണ്. എനിക്കത് ഇഷ്ടപ്പെട്ടു. റിവാർഡ് പോയിന്റ് നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കീപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ അത് നല്ലൊരു പരിപാടി തന്നെയാണ്. അപ്പോൾ ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടുന്നത് മോശം എന്നല്ല പങ്ക്, പക്ഷേ ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണല്ലോ. നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് എന്താ വ്യത്യാസം, നമുക്കത് ഭാവിയിൽ അതിന്റെ 3 ഇരട്ടി 4 ഇരട്ടി 5 ഇരട്ടി അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ട് കിട്ടും. അപ്പോൾ ഗോൾഡ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയിക്കും, ഇപ്പോൾ ഒരു 10 കൊല്ലം മുമ്പൊക്കെ ചിലപ്പോൾ 1 ഗ്രാം ഗോൾഡിന് ചിലപ്പോൾ 100 രൂപ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സാധനം ഇപ്പോൾ ഒരു റേറ്റ് ഒരു പവനപ്പം നിങ്ങൾക്ക് അറിയായിരിക്കും. ഇപ്പം ഈ അടുത്ത് 55,000 വരെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി അത് എന്തായാലും ഡബിൾ ആവാനും ട്രിപ്പിൾ ആവാനൊക്കെ ചാൻസ് ഉള്ളൂ, അല്ലാണ്ട് ഇനി കുറയാനും ഒരു ചാൻസ് ഇല്ല ഗോൾഡ്. അപ്പൊ അതാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഈ സാധനത്തിന് ഫ്രീ ക്രെഡിറ്റ് കാർഡിന് എക്സ്ട്രാ ചാർജും സംഭവമൊന്നുമില്ല. ഇപ്പോൾ ലൈഫ് ടൈം ഫ്രീ കാർഡാണ്, എക്സ്ട്രാ ചാർജും സംഭവമൊന്നുമില്ല. ഈ ആപ്പിലേക്ക് കയറാനുള്ള ഇനീഷ്യൽ ചാർജ് മാത്രമല്ല കേട്ടോ, വേറെ സംഭവമൊന്നുമില്ല. അപ്പോൾ ഇതാണ് സംഭവം. ഇത് അപ്ലൈ ചെയ്യാനുള്ള പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്രെഡിറ്റ് കാർഡിന്റെ സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അതിൽ നിങ്ങളുടെ എന്താ പറയുക, നോർമൽ നമ്മൾ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യണ പോലെ തന്നെ ഫോൺ നമ്പർ, ആധാർ നമ്പർ, പാൻ കാർഡ് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ എന്താ പറയുക പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുക. സെൽഫ് എംപ്ലോയ്ഡ് ആയാലും കുഴപ്പമില്ല, സാലറി ആയിട്ടും കുഴപ്പമില്ല. അവർ സിബിലാണ് ചെക്ക് ചെയ്യുന്നത്. സിബിൽ അത്യാവശ്യം നല്ലതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിയായിട്ട് അപ്രൂവൽ കിട്ടും. അപ്പോൾ സിബിലാണ് അവർ നോക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഡീറ്റെയിൽസും സംഭവം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പിൻ കോഡ് വെരിഫിക്കേഷൻ ആണ്. എസ് ബാങ്ക് ആയതുകൊണ്ട് തന്നെ മിക്ക ഏരിയയിലും സർവീസബിൾ ആണ്. പിന്നെ പോരാത്തതിന് ഫിസിക്കൽ കാർഡ് ഇല്ലാത്തതുകൊണ്ട് മിക്ക ഏരിയസിനും സർവീസബിൾ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് വീഡിയോ കേസ് ഓപ്ഷനിലേക്ക് വരും. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാം. കുറച്ച് വെയിറ്റിംഗ് വരുന്നുണ്ട്. എനിക്ക് ആക്ച്വലി ഇന്നലെ എൻ്റെ പ്രൊസീജിയർ സംഭവമൊക്കെ കഴിഞ്ഞായിരുന്നു, പക്ഷേ വീഡിയോ കേസ് ഓപ്ഷൻ എടുത്തിട്ട് ഫുൾ ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് കാലത്തേക്ക് ആക്കിയതാണ്. നമ്മളിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഒരു 10 മണി ആ റേഞ്ചിലാണ്, 10 മണി 10:30ക്കാണ്. അപ്പോൾ കറക്റ്റ് ഞാൻ 10 മണിക്ക് ആയപ്പോഴാണ് ഇത് എടുത്തത്. അപ്പോൾ പെട്ടെന്നായി. എന്നാലും അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ട വന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ വൈകുന്നേരമാണ് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത്, പക്ഷേ ആ സമയത്ത് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയിരുന്നില്ല, അത്ര അധികം ക്യൂ ആയിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് വിഷയങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ കാർഡ് അപ്രൂവലായിട്ട് കിട്ടിയിട്ട് അതിനുശേഷം നമുക്കൊരു ഷോർട്ട് ടേം റിവ്യൂ പോലെ സംഭവങ്ങളൊക്കെ വേണമെങ്കിൽ ചെയ്യാം. എന്താ വെച്ചാൽ കുറച്ച് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടെന്ന്, ഇതിൻ്റെ റിവാർഡ് സിസ്റ്റം അത്യാവശ്യം നല്ല ഡിഫറൻ്റ് ആണല്ലോ. എന്തായാലും നോക്കി നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനലും കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യാം. നമ്മുടെ പുതിയ ചാനൽ ജയിച്ചു പോലെ കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യാം. നമ്മുടെ വെബ്സൈറ്റ് ajmd.banksupport.in നിങ്ങൾക്ക് സന്ദർശിക്കാം. നിങ്ങൾക്ക് അതിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ റെഫറൽ ലിങ്ക് ത്രൂ തന്നെ ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് ലോൺസൊക്കെ അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. എല്ലാം നമ്മുടെ റെഫറൽ ലിങ്കുകളാണ്. അപ്പോൾ വിത്തൗട്ട് ഇൻകം പ്രൂഫ് തന്നെ കിട്ടാനുള്ള ചാൻസ് കൂടുതലായി കിട്ടുക. അപ്പം മറക്കണ്ട, നമ്മളതിൽ സിബിൽ സ്കോർ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെയാണ് നിങ്ങളതിൽ ഡീറ്റെയിൽസ് സംഭവമൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ബാങ്ക് ലോൺസോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ്സ് ഒക്കെ എലിജിബിലിറ്റി വരുമ്പോൾ നിങ്ങൾക്ക് അതിൽ നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. അങ്ങനെ ഗുണങ്ങളുണ്ട്. അപ്പോൾ ചെക്കൗട്ട് നോക്കാൻ മറക്കണ്ട. താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ചെക്കൗട്ട് എടുത്താൽ മതി കേട്ടോ. അടുത്ത കാണാം.